സാറേ നമസ്കാരം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ നമ്മുടെ ഡിസൈൻ ഒന്നും കൂടെ ഈ മോഡ്യൂൾസുകൾ ഒന്നും കൂടെ മാറ്റം വരുത്തി അതിൻ്റെ ബഡ്ജറ്റ് ഒന്നും കൂടെ കുറയ്ക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് വളരെ സ്പീഡിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നോർത്ത് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നോർത്ത് സൈഡിലെ ഫ്ലോർ യൂണിറ്റ്സ് ആദ്യം പറയാം, അത് കഴിഞ്ഞ് വോൾ യൂണിറ്റ്സ് പറയാം. ഫ്ലോർ യൂണിറ്റ്സിനകത്ത് നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ടാൻഡം ബോക്സ് ആണ്. രണ്ട് ഡ്രോയർ ആണ്. ഈ രണ്ട് ഡ്രോയറും 35 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ്. വീതി കറക്റ്റായിട്ട് നമ്മുടെ ബഡ്ജറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷട്ടറിന്റെ ഹൈറ്റ് ആണ് പറയുന്നത്. ഇതെന്തിനാ പറയുന്നത് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് കപ്പ് ആൻഡ് സോസർ അല്ലാതെ ഒരു 3 ലിറ്ററിന്റെ കുക്കർ വരെ ഇതിനകത്ത് കയറ്റി വെക്കാൻ പറ്റുന്ന അത്രയും ഹൈറ്റ് വരും. 35 സെന്റിമീറ്റർ ആയിരിക്കും. ഒരടി ഹൈറ്റ് ഈ ഷട്ടറിന് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും തന്നെ അകത്തുള്ള സ്പേസും ഇതിനുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഉണ്ട് സിങ്കിന്റെ ഉണ്ടാണ്. സിങ്കിൻ്റെത് മോഡ്യൂൾ ഞാൻ ഇതിന്റെ മേളിൽ വെച്ചിട്ടില്ല. സിങ്ക് ഞാൻ ഇതിന്റെ മേളിൽ വെച്ചിട്ടില്ല. പക്ഷെ ഈ മോഡ്യൂളിനകത്താണ് സിങ്ക് ഇറക്കി വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ ഡിറ്റർജന്റും വേസ്റ്റ് ബിന്നും ഉള്ള യൂണിറ്റാണ് ഇട്ടത്. ഇവിടെ അത് ഇല്ലാത്ത യൂണിറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അക്സസറീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റും. അപ്പം സിങ്കിന്റെ നോർമൽ യൂണിറ്റ്. ഈ സിങ്കിന്റെ യൂണിറ്റിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നടുക്ക് ഷെൽഫ് വരത്തില്ല. സാധാരണ യൂണിറ്റിന് ഇതുപോലെ തന്നെ നടുക്ക് ഷെൽഫ് വരും. അത് അവിടെ ഷെൽഫ് വരത്തില്ല. അപ്പം അതിനനുസരിച്ച് അവിടെ നമുക്ക് ഡിറ്റർജന്റും വേസ്റ്റ് ബിന്നും ഉള്ള യൂണിറ്റ് ഉണ്ട്, ഇല്ലാത്ത യൂണിറ്റ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ചെയ്തിരുന്ന ഒരു വിക്കർ ബാസ്ക്കറ്റ് ആണ്. വിക്കർ ബാസ്ക്കറ്റിന് പകരം നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. വിക്കർ ബാസ്ക്കറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ആ ടൈപ്പിലുള്ളത് നമ്മൾ വാങ്ങിച്ച് ഈ സ്പേസിനകത്ത് വെച്ചാൽ മതി. അങ്ങനെ ഒരു വിക്കർ ബാസ്ക്കറ്റിന്റെ പകരം നമ്മൾ സ്റ്റോറേജിന്റെ യൂണിറ്റ്. അതേപോലെ തന്നെ ഈ കോർണർ യൂണിറ്റ് മാറ്റിയില്ല. ഇത് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. കുറച്ചും കൂടെ വലിപ്പമുള്ള യൂട്ടൻസുകൾ കോർണർ സ്റ്റോർ ചെയ്യുക, അങ്ങനെ ആ കോർണർ നമുക്ക് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലാണ്. പിന്നെ ഇത് ഓയിൽ പുള്ളൗട്ട്, 2D പുള്ളൗട്ട് നിങ്ങളുടെ ഞങ്ങളുടെ പ്രൈസസിനകത്ത് 2D പുള്ളൗട്ട് എന്ന് പറയും. മേളിൽ 1 ലിറ്ററിന്റെ കുപ്പി, താഴെ 1 ലിറ്ററിന്റെ കുപ്പി, ആ രീതിയിൽ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈസ്റ്റ് സൈഡിൽ ഇതാണ് ഹോബ് വരുന്ന ഭാഗം. ചിമ്മിനിയാണ് മേളിൽ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ഹോബ് വരും. അപ്പം ഈ ഹോബ് ഈ അവൈലബിൾ ക്യാവിറ്റിക്കകത്ത്, അതായത് ഈ സ്പേസിനകത്ത് ഇതൊക്കെ സ്റ്റിഫ്നെസ് ആണ്. അപ്പം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചിമ്മിനി ഒരു സ്ഥലവും യൂണിറ്റ് വേറൊരു സ്ഥലവും ആയി പോകാൻ. അപ്പം ആ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് തന്നെ വരും. അപ്പം ഇത് കട്ട്ലറി വെക്കാൻ വേണ്ടി ഉള്ള ട്രേ. ഇതെല്ലാം 1 മീറ്റർ നീളമുള്ളതാണ് കട്ട്ലറി വെക്കാൻ വേണ്ടിയുള്ളത്. ഇത് 52 സെന്റിമീറ്റർ ഷട്ടറിന് ഹൈറ്റ്. 52 സെന്റിമീറ്റർ. ഇത് പൊതുവേ നമ്മൾ ഈ തടിയിലൊക്കെ വരുന്നതാണ്. ഷട്ടർ വന്നിട്ട് 35 സെന്റിമീറ്ററിന് മുകളിലൊക്കെ പൊതുവെ വെക്കാറില്ല. കാരണം അതിന് ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. ഇത് 52 സെന്റിമീറ്റർ ആയതുകൊണ്ട് 5 ലിറ്ററിന്റെ കുക്കർ വരെ ഇതിനകത്ത് വെക്കാം. അപ്പൊ അത്രത്തോളം നമുക്ക് സ്റ്റോറേജ്, പാനുകൾ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പം ഒരു കിച്ചണിനകത്ത് ഡെയിലി പെരുമാറുന്ന താലി ഇത് താലി പാന്, സോറി, ഫ്രൈയിങ് പാന്, തവ, കടായി, ഇതെല്ലാം ഇതിനകത്ത് കയറ്റിരിക്കാം. അപ്പൊ 52 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ്. അപ്പോ ഇവിടെ ഡ്രോയറിന്റെ യൂണിറ്റ് എത്ര എണ്ണം വരുന്നുണ്ട് എന്ന് നോക്കിയാല് സാറിന് കാണാം. ഈ ഡ്രോയറിന്റെ യൂണിറ്റ് 2 യൂണിറ്റ്. അപ്പൊ ഇത് അറ്റത്താണ്. ഈ സിങ്ക് ഇവിടെ വരുന്ന കാരണമാണ് ഇത് ഇങ്ങോട്ട് പോയത്. സിങ്ക് കുറച്ചും കൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം സിങ്കിന്റെ യൂണിറ്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറും. അങ്ങനെ ഒരു ഡിസൈനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. എന്തായാലും ഞാൻ അത് ഇപ്പം ചെയ്യുന്നില്ല, പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ഈ ഈ ഈ യൂണിറ്റ് ഈ സിങ്കിന്റെ ഇവിടെ വരുന്നു. ഈ യൂണിറ്റ് ഈ സിംഗിൾ ഡോർ യൂണിറ്റിന്റെ അങ്ങോട്ട് പോകും. അപ്പം ഇതിന്റെ മെഷർമെന്റ് കാരണം സിങ്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറും. ഇപ്പൊ സിങ്ക് ഈ ജനലിന്റെ അങ്ങോട്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇവിടം വരെയാവും. ഓക്കെ. അപ്പം അതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈസ്റ്റ് വോളിനകത്ത് കട്ട്ലറി 52 സെന്റിമീറ്ററിന്റെ ഷട്ടർ, 2D പുള്ളൗട്ട്,
അതേപോലെ തന്നെ കോർണർ യൂണിറ്റ്. കോർണർ യൂണിറ്റ് ഇതാണ് കോർണർ യൂണിറ്റ്. ഒരു മിനിറ്റ്. കോർണർ യൂണിറ്റ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിരുന്ന ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ആയിരുന്നു. ഇപ്പുറം വെച്ചിരുന്നത് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ കോർണർ യൂണിറ്റ് ഇതിനകത്ത് നമുക്ക് മാജിക് ട്രേ, ഡി ട്രേ, എസ് പ്രൊഫൈൽ ഒക്കെ ഉണ്ട്. ഞാൻ ഈ കൂടിയ പ്രൊഫൈൽസിലോട്ടൊന്നും പോകാത്തത് ഒന്ന് അതിന്റെ ബഡ്ജറ്റിന്റെ കൂടുതൽ, രണ്ടാമത് അതൊക്കെ ഒരു ക്ലീൻ ചെയ്യാൻ പ്രയാസമായിരിക്കും സാർ. അതായത് ഇപ്പം ഇതിനകത്ത് ഈ അടുക്കള എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് എണ്ണ, മസാല ഇതിന്റെ എല്ലാം പ്രസൻസ് വരുന്ന കാരണം ഇത് ക്ലീനിങ് ഏത് മെറ്റീരിയലാണ് ക്ലീനിങ് നിർബന്ധമാണ്. നമ്മളിപ്പോൾ അതിന്റെ കാര്യമാണ് ഞാനൊരു ഒന്നെങ്കിൽ ഇതിന്റെ അവസാനമായിട്ട് ചേർക്കുന്നത്, അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമാണ് നമ്മൾ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറ്റുന്നില്ല, വലിയ വീഡിയോ ആണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഈ കോർണർ യൂണിറ്റ് വരുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നടുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ് വരും. പിന്നെ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, സൗത്ത് ഹാളിലോട്ട് വന്നു കഴിയുമ്പം നോർമൽ സ്റ്റോറേജ്, ഇതുപോലെ തന്നെ സ്റ്റോറേജ്. ഈ ഡോർ വേണമെങ്കിൽ ഈ ഓറിയന്റേഷൻ ഇങ്ങോട്ടൊന്ന് മാറ്റാം. ഞാൻ അവിടെ തൽക്കാലം അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം പിന്നെ പാൻട്രി ഉണ്ട്. നമുക്കൊരു 5 കിലോ, 2 കിലോ, 3 കിലോ ഗ്രോസറി ഒക്കെ സുഖമായിട്ട് ഇതിനകത്ത് ഒരു അകത്ത് കയറ്റി വെക്കാൻ പറ്റും. നോർമൽ ഷോപ്പ് ക്ലോഷർ ഡോർ ആയിട്ടാണ് വരുന്നത്. ലോക്ക് വേണമെന്ന് പറയുവാണെങ്കിൽ, എക്സ്ട്രാ പേ വേണമെങ്കിൽ ലോക്കും അതിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഫ്ലോർ യൂണിറ്റ്സ് അങ്ങനെ ഇത്രയാണ് ഫ്ലോർ യൂണിറ്റ്സ്. പാൻട്രി യൂണിറ്റ്, നോർമൽ സ്റ്റോറേജ് യൂണിറ്റ്, കോർണർ യൂണിറ്റ്, അതേപോലെ കട്ട്ലറി ഡ്രോയർ, 17 സെന്റിമീറ്റർ ഹൈറ്റ്, 52 സെന്റിമീറ്റർ ഹൈറ്റ് ഷട്ടറിന്റെ, 2D പുള്ളൗട്ട്, ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. ഇതിനകത്തൊക്കെ ഡീറ്റെയിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഷെൽഫുള്ള മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പൊതുവെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള യൂണിറ്റ്സുകളൊക്കെയാണ് നമ്മൾ. അപ്പം നമുക്ക് സർവീസിന്റെ കാര്യങ്ങളിനകത്തൊന്നും ഇഷ്യൂസസ് വരത്തില്ല. അപ്പം ആ രീതിയിലാണ് ഞാൻ ഓരോ യൂണിറ്റും സെലക്ട് ചെയ്തിടുന്നത്. അതേപോലെ ഡ്രോയറിന് യൂണിറ്റ്, സിങ്കിന്റെ യൂണിറ്റ്, ഡ്രോയറിന് യൂണിറ്റ്. ഇനി നമുക്ക് വോൾ യൂണിറ്റ്, സ്റ്റോറേജ്, GTPT കഴുകിയിട്ട് മേളിൽ വെക്കാവുന്ന. അപ്പം എന്താണ് നേരത്തെ ബഡ്ജറ്റും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ഡബിൾ സ്കിന്നും സിംഗിൾ സ്കിന്നും. പൊതുവെ ഡബിൾ ലെയർ അല്ലെങ്കിൽ സിംഗിൾ ലെയർ എന്ന് പറയും. ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റിഫ്നേഴ്സ് കാണും. അതായത് ഒന്നുമേ GI പൈപ്പിലല്ല ചെയ്യുന്നത്, എല്ലാം ഷീറ്റിൽ തന്നെ ഫോമിങ്ങിലൂടെയാണ് ഈ സ്ട്രക്ചറിൽ വരുന്നത്. അതാണ് ബെത്തിന്റെ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പൈപ്പിലല്ല വരുന്നത്. അപ്പം വെയിറ്റ് കുറവായിരിക്കും, എന്നാൽ ബലം കൂടുതലായിരിക്കും. ഈ സ്റ്റിഫ്നെസ് കാണാതിരിക്കാൻ പുറത്തൊരു ലെയർ വരും, അകത്തൊരു ലെയർ വരും. അപ്പൊ താഴെ ഇരിക്കുന്ന സാധനം മുഴുവനും ഡബിൾ ലെയേഴ്സ് ആണ്. മേളില് ബഡ്ജറ്റിന്റെ റിവിഷന് വേണ്ടി മേളിരിക്കുന്ന സാധനമൊക്കെ സിംഗിൾ ലെയറാണ്. പുറമേ കണ്ട വ്യത്യാസം കാണത്തില്ല, പക്ഷെ അകമേ നമ്മൾ തുറന്നു കഴിയുമ്പോൾ അതിനകത്തിരിക്കുന്ന ഈ സ്റ്റിഫ്നെസിന്റെ ഇത് കാണും. അത് ആ ലെയർ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ കുറച്ചും കൂടെ അട്രാക്ഷൻ കിട്ടും. അങ്ങനെ മേളത്തെ വോളിയൂൺസ് എല്ലാം ഞാൻ സിംഗിൾ ലെയർ വോളിയൂൺസ് ആക്കി. അതിന്റെ സ്റ്റോറേജ് ടൈപ്പ്, അതിന്റെ തന്നെ GTPT ടൈപ്പ്, അതിന്റെ തന്നെ വാട്ടർ പ്യൂരിഫയർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ കൊണ്ട് മാറ്റിയിട്ട് സ്റ്റോറേജ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. വാട്ടർ പ്യൂരിഫയർ വേറെ എവിടെയെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ വാട്ടർ പ്യൂരിഫയറും ഈ സിങ്കിന്റെ ഏകദേശം മേളിൽ വരുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഈ കോർണർ യൂണിറ്റ്, നോർമൽ കോർണർ യൂണിറ്റ്, ഇതിനകത്ത് ഇവിടെ കഴിഞ്ഞാൽ അകത്തോട്ട് ഒരു 40 സെന്റിമീറ്ററിന്റെ അക്സസ് കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വേണം ഇടാൻ. അത് കോർണർ യൂണിറ്റ് അല്ലാതെ പെന്റഗൺ കോർണർ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പെന്റഗൺ കോർണർ, അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള എൽ കോർണർ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ സിംഗിൾ സ്കിന്നിനകത്ത് വരത്തില്ല. അപ്പം ഈ കോർണർ യൂണിറ്റ് നോർമൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന കോർണർ യൂണിറ്റ് ആണ്. പിന്നെയും ഡബിൾ സ്റ്റോറേജ് ഉണ്ട്, ഫ്ലാറ്റ് ഡോർ യൂണിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല.
നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ ഈ ചിമ്മിനി കാണാൻ സ്ട്രൈറ്റ് ചിമ്മിനിയെ വാങ്ങിക്കുക. കേർവ്ഡ് ചിമ്മിനി ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് എപ്പോഴും ഓർക്കും, സ്ട്രൈറ്റ് ചിമ്മിനി വാങ്ങിക്കുന്ന കസ്റ്റമറിന് മാത്രമേ ഈ ചിമ്മിനി കവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കോർണർ യൂണിറ്റ്. അപ്പം പ്രഥമ ദൃഷ്ടിയിൽ ചിമ്മിനിയുടെ ഈ കൺട്രോളിംഗ് പാനൽ മാത്രമേ കാണത്തുള്ളൂ. എല്ലാം ഒരു കണ്ടിന്യൂറ്റി കാണും. ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ മേളിൽ ഹെഡറൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ബെത്തിനെ സംബന്ധിച്ചോളം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എല്ലാ മോഡ്യൂൾസും ഇൻഡിപെൻഡൻസ് സ്റ്റാൻഡ് അലോൺ മോഡ്യൂൾസ്, അതെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റും. അത് കഴിഞ്ഞാൽ സാറിന് സൗത്ത് വോളിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വീണ്ടും സ്റ്റോറേജ്. അപ്പം സ്റ്റോറേജ് ചിമ്മിനി കവറ്, അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോറേജ്, പിന്നെ സ്റ്റോറേജ്, വാട്ടർ പ്യൂരിഫയർ, GTPT യൂണിറ്റ്, സ്റ്റോറേജ്. ബെത്ത് ലിവിങ്ങിന്റെ പ്രോഡക്റ്റും അതേപോലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ സാധനവും ഒരു പ്ലൈവുഡോ അല്ലെങ്കിൽ WPCയോ ആയിട്ടുള്ള വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ രീതിയിൽ അല്ലെങ്കിൽ ഈ ഫാബ്രിക്കേഷനും മാനുഫാക്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ മാനുഫാക്ചറും ഫാബ്രിക്കേറ്ററും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ സെക്ഷൻ പൈപ്പുകളായിരിക്കും. അപ്പൊ അലുമിനിയത്തിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ സെക്ഷൻ പൈപ്പുകൾ വാങ്ങിക്കുന്നു, ഫ്രെയിം പോലെ ഉണ്ടാക്കുന്നു. ആ ഫ്രെയിമിലോട്ട് നമ്മൾ PVCയോ ACPയോ ഏത് ഷീറ്റ് വേണേലും നമുക്ക് അതിൽ വെച്ച് ഒന്നെങ്കിൽ സ്ക്രൂ ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് ചെയ്ത് ഈ ഗ്ലൂ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്യാം. അതേ നേരം ഇതേ രീതി തന്നെയാണ് നമ്മൾ WPCക്കകത്ത് ചെയ്യുന്നത്. WPCക്കകത്ത് ഫ്രെയിം പകരം ഷീറ്റ് വരും, ഷീറ്റ് കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കും. അപ്പം എന്നിട്ട് ഈ പറഞ്ഞ ഇത് ഡോറും കാര്യങ്ങളും വരും. അത് തന്നെയാണ് WPCയും മൾട്ടിവുഡ് ഇതിനകത്തെല്ലാം ചെയ്യുന്നത്. ബെത്തിനെ സംബന്ധിച്ചോളം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ബെത്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചറിലല്ല വരുന്നത്. ബെത്ത്, ഗോദ്രേജ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അപ്ലയൻസസ് ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇതെല്ലാം ഒരു ഷീറ്റാണ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോമിംഗ് എന്നാണ് ഇവർ കമ്പനി ടൈം യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഈ ഫോമിങ്ങിലൂടെ ഈ സ്ട്രക്ചറിൽ വരും. അങ്ങനെ വരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ സൈഡും കവേർഡ് ആയിരിക്കും. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് വരുമ്പം അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് നമുക്ക് പല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പം ഈ സൈഡിലും ഷീറ്റ് അടിക്കണം, ഈ ഇന്നറും വരും, ഈ ഇന്നർ വരും, ബാക്ക് വരും. അതായത് ഈ സെക്ഷൻ പൈപ്പുകൾ കാണാതിരിക്കാൻ എല്ലാ സൈഡിലും നമുക്ക് പാനൽ കൊണ്ടുവരണം. അപ്പം അതൊരു രീതി. അതല്ലാതെ ബഡ്ജറ്റ് പുറമേ നിന്ന് കാണുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ പാനൽ വരും, അകം ഈ പറഞ്ഞ പോലെ സെക്ഷൻ കാണും, അത് വേറെ രീതി. ഇതൊക്കെ ഓരോ ബഡ്ജറ്റിനനുസരിച്ചും കസ്റ്റമറിന്റെ ഡിമാൻഡ് അനുസരിച്ചും നമുക്ക് മാറ്റിയൊക്കെ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ തടിക്കകത്ത് വരുമ്പോഴും തടിക്കകത്ത് ആ 6 സൈഡും ഇത് മെറൈൻ പ്ലൈവുഡോ അല്ലെങ്കിൽ WPC വരുന്നു. ആ WPC വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സെക്ഷൻ പൈപ്പിന് പകരം ആണ് അവരെന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പാനലിന്റെ എല്ലാം എൻഡ് ഈ PVCയുടെ ബോർഡർ വെച്ച് ഒട്ടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഇത് പൂർണ്ണമായിട്ടും സാറിന് ഈ WPCയും അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ യാതൊരു ഒരു സിമിലാരിറ്റിയും ഇല്ല. എല്ലാം എൻറ്റയർലി വെവ്വേറെ ആയിട്ട് മാറി നിൽക്കുന്നു. അപ്പം ഒരിക്കലും ആ ബഡ്ജറ്റും സാർ ആ രീതി കൊണ്ട് കമ്പയർ ചെയ്യില്ല. ഇപ്പോൾ ഒരേ സിമിലാരിറ്റി ഉള്ള സാധനത്തിന്റെ ബഡ്ജറ്റ് കമ്പയർ ചെയ്യുന്ന പോലെ അല്ല ഈ ബെത്തിന്റെ പ്രോഡക്റ്റും ബാക്കിയുള്ള രീതിയിലുള്ള സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ഒരു മോഡുലർ കിച്ചൺ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എല്ലാവരും മോഡുലർ കിച്ചൺസ് മോഡ്യൂൾസാണ്. ആ ഓരോ മോഡ്യൂൾസും നമുക്ക് എടുത്തു മാറ്റിയിട്ട് വീണ്ടും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യണം ബെത്തിന്റെ പ്രോഡക്റ്റുകളെ പ്രത്യേകം കാണുമ്പോൾ. അതിനുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഥമ ദൃഷ്ടിയിൽ ഉള്ള സ്റ്റോറേജോ കാര്യങ്ങളല്ല, ഇതിന്റെ ലോങ് ടേമിൽ സാറിന്റെ ആ ഫീസിബിലിറ്റിയാണ്. അപ്പം എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റി ആദ്യത്തെ റീപെയിന്റ് ചെയ്യാം, ആദ്യത്തെ രീതിയിൽ പോലെ തന്നെ വീണ്ടും വേറൊരു സ്ഥലത്ത് അസംബിൾ ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ വേറെ യൂണിറ്റ്സ് ആഡ് ചെയ്യാം. ഇങ്ങനെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത് ഈ ഒരു കിച്ചണെ വേണമെങ്കിൽ നമുക്ക് റീസെൽ ചെയ്യാം, അങ്ങനെ വരെ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഈ പറഞ്ഞത് കൺസിഡർ ചെയ്യണം.
സാർ ആ ബഡ്ജറ്റ് കമ്പാരിസൺ ചെയ്യുക. ഓക്കെ സാറേ, താങ്ക് യു.